അപ്പം അതിനകത്ത് നമ്മുടെ മലയാളത്തിൻ്റെ മമ്മൂക്ക, നമ്മുടെ ലാലേട്ടൻ, ഒരു കവർ ഇംഗ്ലീഷുകാരോട് ഒരു ക്യാരക്ടർ ചെയ്യാനേ. ഇത്രയും കേട്ടത് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അവളെൻ്റെ മോളല്ലേ. അല്ല, അവൾ എന്ത് വേഷമാണ് എനിക്ക് കൊണ്ടിരുന്നത് അത് ചെയ്യുക. ലൈക്ക് ഐ ജസ്റ്റ് ടുക്ക് വൺ സ്റ്റെപ്പ് ടുവേർഡ്സ് മൈ പാഷൻ. അതത്രേ ചെയ്തുള്ളൂ. പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കോച്ചേ. അപ്പൊ ആ ഒരു കൊൽക്കത്തയിൽ പോയപ്പോൾ ഉഷാദീദി ഫിലിം കാണാൻ ഉഷാദുപ്പം ഭയങ്കരമായിട്ട് ഫിലിം ഇഷ്ടപ്പെടുകയും പിന്നെ ഒരു ഭയങ്കര ഒരു ആത്മബന്ധത്തിലോട്ട് അത് മാറുകയും അങ്ങനെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും കൂടുതൽ എന്നെ ഷൂട്ടിൻ്റെ സമയത്ത് കണ്ടപ്പോഴത്തേക്കും ഹി സോ മീ ഇൻ എ ഡിഫറെൻറ്റ് മൂഡ് ആൻഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ. അപ്പോൾ ഒരിക്കലും എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ ആ പോലീസ് സീൻ സെറ്റപ്പ് ചെയ്യുന്ന ആ ലൊക്കേഷനിലും അവിടുത്തെ ബാഡ്ജസും അവിടുത്തെ റിസപ്ഷൻ സൈനും എല്ലാം എൻ്റെ മൂത്ത മോള് ചെയ്തതാണ്. എനിക്ക് ഏറ്റവും ആഗ്രഹം നമുക്ക് മോഹൻലാൽ സാർ, ഇവർ രണ്ടുപേരാണ് ഏറ്റവും ആഗ്രഹം. അതിപ്പോൾ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, വീട്ടിലേക്കുള്ള TV, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഓക്സിജൻ ഇസ് ദ ബെസ്റ്റ്. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്. ചേച്ചി, ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പം മോളെ അടുത്ത് വരുന്ന ഒരു മൂവി കൂട്ടി അല്ലെങ്കിൽ ഷോർട്ട് മൂവി കൂട്ടി ഇവിടെ കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്യുന്ന ഒരു മൂവി. അപ്പൊ അതിൽ ചേച്ചിക്ക് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റോള് ചെയ്യാനാണോ താല്പര്യം? എന്തായിരിക്കും ചേച്ചിയുടെ മനസ്സിൽ? അവൾ എന്താണ് എഴുതിക്കൊണ്ട് എന്നെ കണ്ട് എഴുതിക്കൊണ്ട് വരുന്നത് അത് ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നും ഞാൻ പ്രത്യേകം ഒന്നും കണ്ടിട്ടില്ല. അവൾ എന്താണ് ചെയ്തുകൊണ്ട് എന്ത് വേഷമാണ് എനിക്ക് കൊണ്ടിരുന്നത് അത് ചെയ്യുക. അല്ലാതെ സീരിയസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ചില കഥാപാത്രങ്ങൾ. അതിപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റുന്ന ഇവൾ വഴിയായിരിക്കും ചിലപ്പോൾ ചെയ്യാൻ പോകുന്നത്, ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴിയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് അല്ല, മമ്മി അങ്ങനെയൊന്നും പറയാറില്ല കേട്ടോ. ഒരിക്കലും അങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന ആളല്ല മമ്മി. ഇല്ല. ഇവിടെ ചെയ്യാൻ പ്ലാനിങ് ഉണ്ടോ? എനിക്ക് ഡിസ്കഷനിൽ ഇങ്ങനെ നിപ്പുണ്ട്. നമുക്കൊരു പ്രോജക്റ്റ് ഓൺ ആകുമ്പോഴല്ലേ ഓണായെന്ന് പറയാനായിട്ട് ഫീച്ചറായിട്ട് അവിടെയും ഒരു ഡിസ്കഷനിലുണ്ട് ഒരു ഫീച്ചർ. ഞാനൊരു ഡിറ്റക്റ്റീവ് ത്രില്ലറായിട്ട് ഒരു സ്റ്റോറി എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്കൊരു പ്രോജക്റ്റ് ഓൺ ആകുമ്പോഴാണ് ശരിക്കും അതിൻ്റെ കറക്റ്റ് അനൗൺസ്മെന്റ് ടൈം. അപ്പം നമുക്കറിയില്ല എപ്പോഴാണ് സംഭവിക്കട്ടെ. ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ചെയ്യാനുള്ള ഡിസിഷൻ ഇത്ര അവിടെ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഇവിടെ മതി എന്നുള്ള റീസൺ? രണ്ട് റീസണാണ്. ഒന്ന്, ഞാൻ പറഞ്ഞില്ല, ഇതൊരു എൻ്റെ ഒരു ഭയങ്കര ഒരു സ്വപ്നം, ഒരു ഇൻഡോ ഓസ്ട്രേലിയൻ കൊളാബറേഷൻ ഉണ്ട്. ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരാൾ ഓസ്ട്രേലിയയിൽ പോയി ഒരു ഫിലിം ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ. നല്ല ക്രൂവിനെ കിട്ടാൻ, മമ്മി ഇൻഡസ്ട്രിയിലുണ്ട്, കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ നല്ല നല്ല ആൾക്കാരെ കിട്ടാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ എനിക്ക് ഇവിടുത്തെ ടാലൻറ്റ്, ഐ എം ഓൾവേസ് ഇൻ ഓ. എല്ലാവരുടെയും ടാലൻറ്റും ഫിലിംസും കാണുമ്പോഴത്തേക്കും നമ്മൾ അത്രയും ടാലൻ്റാണ് നമ്മുടെ നാട്ടിൽ. അത് പിന്നെ ബഡ്ജറ്റ് വൈസ് ടു എനിക്കിതാണ് കുറച്ചും കൂടെ ബഡ്ജറ്റ്. ഷോർട്ട് ഫിലിം അല്ലേ, നമുക്ക് വളരെ മോണിറ്ററി ബെനിഫിറ്റ് ഒട്ടും ഇല്ലാത്ത ഒരു ഫോമാറ്റാണ് ഷോർട്ട് ഫിലിം. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് ഇവിടെ വന്ന് ചെയ്തത്. ഇങ്ങനെ ഒരു ആദ്യം പഠിക്കാൻ പോവാ, ഓക്കെ, ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരിക്കുമല്ലോ. ഇത് നമുക്ക് ചെയ്തു നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുടെ ഭാഗത്ത് വന്ന ഒരു ഉപദേശമോ അല്ലെങ്കിൽ ഒരു വിമർശനമോ അല്ലെ എന്തായിരുന്നു പുള്ളിയുടെ ഒരു റിയാക്ഷൻ? എന്താണ് ശരിക്കും ഇങ്ങനെ സാധനം ചെയ്യാൻ പോകുന്നു? എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ എന്നിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ ചെയ്തപ്പോ ലേറ്റ് ആയി പോയെന്ന് പറയുന്ന ആളാ, വർഷങ്ങൾക്ക് മുന്നേ ചെയ്യണമായിരുന്നു പറയുന്ന ആളാ. പിന്നെ എനിക്ക് എൻ്റെ കുട്ടികളും പറയണമല്ലോ, എൻ്റെ മോൾ ഇതിനകത്ത് പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അമാൻഡ. അപ്പോൾ എൻ്റെ 3 കുട്ടികളുണ്ട്. അവരുടെ 3 പേരുടെയും കോൺട്രിബ്യൂഷൻ ഈ ഫിലിമിൽ പല ഭാഗത്തും ഉണ്ട്. കുട്ടികളുടെ പെയിന്റിങ്സ് കാണുന്നിടത്തും ഡ്രോയിങ്സ് കാണുന്നിടത്തും ഒക്കെ എൻ്റെ പിള്ളേർ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഈ പ്രൊട്ടസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്ന പോസ്റ്റേഴ്സ് എൻ്റെ കുട്ടികൾ ചെയ്തതാണ്. അപ്പോൾ മെഡിസിൻ കഴിക്കുമ്പോൾ അത് ആക്ച്വലി എൻ്റെ മോനെ എഴുതിയതാ. അപ്പം അവർ കൊണ്ടിരുന്ന, അപ്പം ഐ എം നോട്ട് സ്മാർട്ട് മോം ആൻഡ് എ സ്മാർട്ട് ഡയറക്ടർ ടു. കാരണം എനിക്ക് ആ ഒരു ഒതന്റിസിറ്റിയിൽ കിട്ടൂല. അപ്പോൾ ആ വർക്ക് അതുപോലെ എല്ലാ കാര്യത്തിലും അത് വെരി ഹെവിലി ഇൻവോൾവ് ആണ്. ഞങ്ങൾ ആ പോലീസ് സീൻ സെറ്റപ്പ് ചെയ്യുന്ന ആ ലൊക്കേഷനിലും അവിടുത്തെ ബാഡ്ജസും അവിടുത്തെ റിസപ്ഷൻ സൈനും എല്ലാം എൻ്റെ മൂത്ത മോള് ചെയ്തതാണ്. അങ്ങനെ എല്ലാം അതേ വെരി ടെക് സാവി, ഭയങ്കര ടെക് സാവി ആൻഡ് ക്രിയേറ്റീവ് ആണ്. നമ്മളെക്കാളൊക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആണ് പിള്ളേർ. അതെ. അപ്പം അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഡിസൈൻ ചെയ്തിട്ട് ദെൻ നമ്മുടെ അടുത്ത് പറയുന്ന രീതിയിലോട്ട് അവർ വരും. സോ അവർ നമ്മുടെ കൂടെ ഉണ്ട്, ഒപ്പം ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും കൂടുതൽ എന്നെ ഷൂട്ടിൻ്റെ സമയത്ത് കണ്ടപ്പോഴത്തേക്കും ഹി സോ മീ ഇൻ എ ഡിഫറെൻറ്റ് മൂഡ് ആൻഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ. അപ്പോൾ ഒരിക്കലും എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതാണ് ചെയ്യേണ്ടത്, ദിസ് ഈസ് വാട്ട് ഈസ് മെൻറ്റ് ഫോർ യു. ബിക്കോസ് അത്രയും ഞാനൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പം he was so happy that, and when he see me like managing a crew and getting the scenes done, നമ്മൾ ചെറിയൊരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുമ്പം നമുക്ക് ആ ലിമിറ്റേഷൻസിൽ നമ്മൾ മാനേജ് ചെയ്യണമല്ലോ. സോ ഇറ്റ് വാസ് നമുക്ക് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്. അപ്പം അതെല്ലാം കണ്ടപ്പോൾ ഹി വാസ് വെരി പ്രൗഡ് ആക്ച്വലി.
അപ്പോൾ തൊട്ട് ഇങ്ങനെ പിന്നെ നമുക്ക് എൻകറേജ്മെന്റ് കൂടുന്നതിന്റെ കുഴപ്പമുള്ളൂ. അങ്ങനെ സപ്പോർട്ടീവാണ്. ഫെസ്റ്റിവൽ യാത്രകളെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ എത്ര ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ടാവും വേൾപൂളിൽ? അത് ഇപ്പം നമ്മളൊരു ഗ്രൂപ്പിനെ ഏൽപ്പിക്കുമായിരുന്നേ, അവരാണ് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു കുറേ ഫെസ്റ്റിവൽസ് ട്രൈ ചെയ്തിരുന്നു. അപ്പം അതിന് ചില ഫെസ്റ്റിവലിന് ദൈർഘ്യത്തിൻ്റെ ഇതുണ്ട്. ചിലത് 15 minutes അണ്ടറാണെങ്കിലും എടുക്കുള്ളൂ. നമ്മളിങ്ങനെയൊന്നും ചിന്തിച്ച് ചെയ്ത ഒരു ഇതല്ല. പിന്നെ നമ്മളൊരു സ്റ്റോറി പറയുമ്പം ആ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുകയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൽ കോംപ്രമൈസ് ചെയ്തൊന്നുമില്ല. നമ്മളത് അറിഞ്ഞെങ്കിലും നമ്മുടെ ആ 20 minutes നമ്മളെ കീപ്പ് ചെയ്തു. അങ്ങനെ കുറേ ഫെസ്റ്റിവൽസിൽ ചെയ്തായിരുന്നു, വിട്ട് നോക്കിയായിരുന്നു. അപ്പം നമുക്ക് ഒട്ടും പ്രതീക്ഷിച്ചതല്ല, പക്ഷേ നമുക്ക് ബെസ്റ്റ് ഡയറക്ടർ ഫൈനലിസ്റ്റ് ആയിട്ട് ഇറ്റാലിയൻ ഫെസ്റ്റിവലിൽ വരിക, കൊൽക്കത്തയിൽ സെലക്ഷൻ കിട്ടുക. അറിയാത്തവർ, ഞാൻ പോയിട്ടില്ല കൊൽക്കത്തയിൽ, അപ്പം സത്യജിത്ത് റായിയുടെയൊക്കെ നാട്ടിൽ പോവുക. അവിടെ ഇപ്പം ഇൻ്റർനാഷണൽ ഫിലിം ജൂറിയിലെ ആൾക്കാരെല്ലാം നല്ല അഭിപ്രായം പറയുക. വ്ളാഡ് പെട്രി, റൊമേനിയൻ ഫിലിം മേക്കറും, ഐ മെറ്റ് വിത്ത് ഹിം ആഫ്റ്റർ വേർഡ്സ്, അങ്ങനെയൊക്കെ ഭയങ്കര രസമുള്ള ഒരു സംഭവമായിരുന്നു. ഒത്തിരി ഇന്റർനാഷണൽ ലെവലിലുള്ള ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. അവരൊക്കെയായിട്ട് ഭയങ്കര ഒരു അടുപ്പവും ഒരു ബന്ധവും എല്ലാവരും. അതല്ല എനിക്കതാ നമ്മൾ മനസ്സിലാക്കിയത്, ഞാനൊരു ലൈക്ക് ഐ ജസ്റ്റ് ടുക്ക് 1 step ടുവേർഡ്സ് മൈ പാഷൻ, അതത്രേ ചെയ്തുള്ളൂ. പക്ഷേ ദി ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഐ ഗോട്ട് ഫ്രം ഇറ്റ്, ദ പീപ്പിൾ ഐ മെറ്റ് ബിയോണ്ട് മൈ ഇമാജിനേഷൻ. അത്രയും ആൾക്കാരെ കണ്ട് നല്ല അഭിപ്രായം പറയുക. ഇപ്പം ഇൻഡസ്ട്രി പോലും, ഞാൻ മലയാളം ഇൻഡസ്ട്രിയിൽ ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ കണ്ടിഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ, ഞാൻ നമ്മളോട് അങ്ങനെ സെറ്റ് പോകുന്ന ആളല്ല, നോട്ട് വെരി ഔട്ട് ദെയർ, സോഷ്യലി ഔട്ടായിട്ട് ഒരാളല്ല, അങ്ങനത്തെ ഒരാളല്ല ഞാൻ. അപ്പം ഞാനിങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ പലർക്കും അറിയാത്ത ഒരാളാണ്. പക്ഷെ അങ്ങനെ ചെയ്ത് വരുമ്പം എല്ലാവരും ആ ഒരു സപ്പോർട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം, ഹംബ്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അതുകൂടാതെ കൊൽക്കത്തയിൽ പോയപ്പോൾ ഉഷാദീദി ഫിലിം കാണാൻ ഉഷാദുപ്പം ഭയങ്കരമായിട്ട് ഫിലിം ഇഷ്ടപ്പെടുകയും പിന്നെ ഒരു ഭയങ്കര ഒരു ആത്മബന്ധത്തിലോട്ട് അത് മാറുകയും, അപ്പം അങ്ങനെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. പിന്നെ അതിനെല്ലാം കാരണമായി കൊച്ചി ഫിലിം വേൾഡ്. ഇപ്പൊ അനുരാഗ് സാറിനെ കണ്ടു, അനുരാഗ് സാർ ഉടനെ തന്നെ അത് കാണാമെന്ന് പറയുന്നു. ക്ലബിന്റെ സമയത്താണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞത്, വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ ഗോട്ട് സക്ഡ് ഇൻ ടു ഇറ്റ് എന്നാ സാർ പറഞ്ഞത്. ആ സാർ പറഞ്ഞു മ്യൂസിക്, ക്യാമറ, ഡയറക്ഷൻ, എവറിത്തിങ് യു ഷുഡ് സെൻഡ് ഇറ്റ് ടു ഫെസ്റ്റിവൽസ്. എന്നിട്ട് സാർ എൻ്റെ അടുത്ത് നമ്പർ ചോദിച്ചു, സാറിൻ്റെ നമ്പർ എനിക്ക് തന്നു, ഫിലിം അയച്ചു കൊടുക്കാൻ പറഞ്ഞു, ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചത്, നീ ക്യാൻസി വിട്ടോ എന്നൊക്കെയാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു സാർ അതിനുള്ള ക്യാൻസിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ഫിലിം 15 minutes ആണ് എൻ്റെ കോമ്പറ്റീഷൻ കാറ്റഗറി. അപ്പോൾ സെൻഡ് ഇറ്റ് മീ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറ് ഇതിനകത്ത് എവിടെയാണ് ഏരിയ ഓഫ് ഇംപ്രൂവ്മെൻറ്റ് സാർ കണ്ടിട്ട്? നത്തിങ് അറ്റ് ഓൾ. അപ്പോൾ അത്രയും വലിയ ആൾക്കാരൊക്കെ അത്രയും നമുക്കൊരു സപ്പോർട്ട് തരിക ആസ് എ ന്യൂ കമ്മർ ഒരു കുഞ്ഞു ഷോർട്ട് ഫിലിമിന്. അതാ പറഞ്ഞത്, അതൊരു സോ ഐ ഹൈലി എൻകറേജ് എവറിബഡി ടു ഫോളോ ദെയർ പാഷൻ. നമുക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്യുക, റിവാർഡ്സ് വിൽ ഫോളോ യു ആഫ്റ്റർവേർഡ്സ്. അങ്ങനെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജേർണിയാണ്. ഇപ്പം ഇൻഡസ്ട്രിയിൽ തന്നെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ, പേരെടുത്ത് പറയാനുള്ള ഒത്തിരി പേരുണ്ട്. നമ്മുടെ പ്രിവ്യൂവിന് വന്നപ്പോൾ തൊട്ട് അല്ലാതെ കണ്ടു പറഞ്ഞൊരു മമ്മി ഇപ്പോൾ ഓരോ വോയിസ് മെസ്സേജ് എനിക്ക് അയക്കും ഞാൻ അവിടെ നിൽക്കുമ്പോൾ, എടി ഇത് കണ്ടിട്ട് അവരിങ്ങനെ പറഞ്ഞു. സോ അതൊക്കെ ഇന്നലെ മല്ലിയ ചേച്ചിയോട് സംസാരിച്ചു, ഞങ്ങളൊരു പ്രിവ്യൂ വെക്കുന്നുണ്ട് മല്ലിയ സുമാരൻ ചേച്ചിയോട്. അപ്പോൾ തന്നെ പറഞ്ഞത്, പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കോച്ചേ. അപ്പോൾ ആ ഒരു സോ പവർഫുൾ. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ടൈമാണ് സംസാരിക്കുന്നത്, സംസാരിച്ചിട്ടേ ഇല്ല. ഇൻവിറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിളിച്ചതാണ്. അപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സപ്പോർട്ടീവാണ്. സോ എനിക്ക് അതൊരു എന്നാ പറയുക, എല്ലാവരും ദേ ഓൾ വിഷ് ദ ബെസ്റ്റ് ഫോർ യു, അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായത്. സിനിമ കാണുന്നു, അവിടെ ഒരു പൊസിഷനിൽ ഇരിക്കുന്നു, ഒരു 3 കുട്ടികളുണ്ട്. ഈ ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ്? എങ്ങനെ എഴുതാനൊക്കെ സമയം കിട്ടുന്നു? ആ ടൈം മാനേജ്മെന്റ് ഇതിപ്പം ചിലപ്പോൾ ചലഞ്ചിങ് ആണ്. ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റ് ലീഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു സമയത്ത് നമുക്കൊരു ഇൻറ്റൻസ് ഫേസ് വരുമ്പം ആ സമയത്ത് പറ്റാറില്ല, അതാണ് സത്യം. നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മൾ ഇരിക്കാൻ നോക്കും, എഴുതാനായിട്ടും കാണാനായിട്ടും ഒക്കെ നോക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കംപ്ലൈൻറ്റ് ചെയ്യാനോ പരാതിപ്പെടാനോ വിക്ടിമൈസ് ചെയ്ത് പറയാനോ ഒന്നുമില്ല. അത്രയും സപ്പോർട്ടീവായിട്ടൊരു ഫാമിലിയാണ്. സോ ഞാൻ എന്ത് പറഞ്ഞാലും സപ്പോർട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് നമുക്ക് ആ ഒരു എന്താ പറഞ്ഞാൽ ഒരു മൂഡിലോട്ട് എത്തുമ്പം അത് അച്ചീവ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും പിന്നെ ഞാനങ്ങ് ക്ലോസ്ഡ് ഓഫ് ആകും, എഴുതുവോ നോട്ട്സ് ഉണ്ടാക്കുമോ അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഫാമിലി ഇതേനോ അങ്ങനെ ചെയ്യും. എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യാനില്ല സുമേഷ്. ക്യാമറയുടെ ഫ്രണ്ടിൽ പ്രതീക്ഷിക്കാൻ പറ്റും എപ്പോഴെങ്കിലും? ഓ ഇല്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പഠിച്ച ഒരു ലെസൺ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വളരെ പ്രിയപ്പെട്ട ഒരാൾ പറഞ്ഞത്, നെവർ സേ നോ ടു എനിത്തിങ്. കാരണം അതൊരു അഡ്വൈസ്. എന്ന് വെച്ചാൽ ഞാൻ അഭിനയിക്കാൻ ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ, പക്ഷേ അങ്ങനെ നമ്മളായിട്ട് പറയരുതെന്ന് ഒരിക്കലും. ഇപ്പം ഞാനിപ്പോൾ ഒരു ഡയറക്ടറായിട്ട് വരുമോ എന്ന് ഞാൻ പണ്ട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ നോ എന്ന് പറഞ്ഞേനെ, ഒരു 10-15 വർഷം മുന്നേ.
അപ്പം യു ബി ഓപ്പൺ ടു എവറിത്തിങ് അങ്ങനെ. അപ്പം ഇപ്പം അടുത്തൊരു സിനിമയിൽ ഞാനിപ്പം ഒരു റോള് കിട്ടിയിട്ട് എൻ്റെ ആക്ടർ ടേണപ്പ് ആയില്ലെങ്കിൽ ഞാൻ നിൽക്കേണ്ട വന്നാൽ നിൽക്കണ്ടേ, അങ്ങനെയല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് അഡ്വൈസ്, നെവർ സേ നോ ടു എനിത്തിങ്, ബി ഓപ്പൺ. പക്ഷെ നിലവിൽ ഒരു പ്ലാനും ഇല്ല, അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല, മനസ്സിലില്ല. വളരെ ക്ലീഷ ആയിട്ടൊരു ചോദ്യമാണ്. ഇനിയിപ്പം ഇനി ഒരുപാട് കേൾക്കാൻ പോകുന്ന ഒരു വളരെ ക്ലീഷ ചോദ്യമായിരിക്കും ഇത്. മലയാളത്തിലൊരു സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരെ വെച്ച് ചെയ്യാനായിരിക്കും താല്പര്യം? ഇനി അങ്ങോട്ട് തുടർച്ചയായി കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. അതെ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ആഗ്രഹം മമ്മൂക്ക, മോഹൻലാൽ സാർ, ഇവർ രണ്ടുപേരാണ് ഏറ്റവും ആഗ്രഹം. എല്ലാവരെയും വെച്ചും എല്ലാവരെ പോലെയും ഞാനും ഭയങ്കര ഗ്രീഡിയാണ്. നമുക്ക് അത്യാഗ്രഹം വരും. ആക്ടേഴ്സിൻ്റെ അതുപോലത്തെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ, എല്ലാവരും വെച്ച് ചെയ്യുന്ന ഇതാണ്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഒരു കഥ വർക്കാവുമ്പം ആ കഥയ്ക്ക് സൂട്ടബിളായിട്ട് വരുന്ന ഒരു ആക്ടർ ആയിരിക്കുമല്ലോ അതിന് ചേരേണ്ടത്. പക്ഷെ ആഗ്രഹിക്കാമല്ലോ, ഒരുപാട് ആഗ്രഹിക്കാമല്ലോ. പിന്നെ മമ്മൂക്ക മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും ആഗ്രഹമില്ലാത്ത, ഭയങ്കര ആഗ്രഹമാണ്. അത് സംഭവിക്കട്ടെ. നമുക്ക് മലയാളത്തിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ഒരു ടെക്നീഷ്യൻ എന്ന് പറയുന്ന ആളുകൾ വളരെ വിരളിൽ എണ്ണാവുന്ന, പ്രത്യേകിച്ച് ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നിൽക്കുന്ന വളരെ വിരളിൽ എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ ഡയറക്ഷൻ സൈഡിൽ. ഇപ്പോൾ എഴുത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ദീപ്തി അതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം ദീപ്തിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സിനിമയാണ്, ഓഫ് കോഴ്സ് ആണ്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഒരു വീട്ടമ്മ, ഇതൊക്കെ ഉള്ളിൽ അടക്കിപ്പിടിച്ച്, ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ അടക്കിപ്പിടിച്ച് വീട്ടമ്മയായിട്ട് തന്നെ ജീവിച്ച് മരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാതെ പല സാഹചര്യങ്ങൾ കൊണ്ടും ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഓരോ ആളുകൾക്ക് ആ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എന്തായിരിക്കും പറയാനുള്ളത്? അത് ഞാനും കുറേ നാൾ ആ ഒരു ഇഷ്യൂയിലൂടെ പോയ ഒരാളാണ്. അതൊരു നമ്മളുടെ വിശ്വാസക്കുറവാണ് നമുക്ക്. അപ്പം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും പാഷനേറ്റായിട്ട്, ഇപ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം നമ്മൾക്ക് ഇതിനകത്ത് പാഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അപ്പം ഒരു സാധനം പാഷനേറ്റ് ആണോ എന്ന് നിങ്ങളെങ്ങനെ തിരിച്ചറിയും? അപ്പം നിങ്ങൾക്ക് 3 മേഖല ഇഷ്ടമാണ്, പക്ഷേ സോ യു ഹാവ് ടു ഡു ദാറ്റ് സെൽഫ് വർക്ക് ചെയ്യണം. നമ്മൾ ഹൗ ഡു ഐ നോ ഇഫ് ഐ എം പാഷനേറ്റ് അബൌട്ട് സംതിങ്? നിങ്ങളുടെ ഉള്ളിൽ എന്താണ് അത് ചലിപ്പിക്കുന്നത്? നിങ്ങൾ പാഷനേറ്റ് ആണെന്ന് നിങ്ങൾക്ക് എപ്പോഴും അത് മനസ്സിലാകുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ലൈവ്ലി ആവുന്നതും എക്സൈറ്റഡ് ആവുന്നതും എൻ്റെ എവറി സെൽ ഇസ് ഡാൻസിങ് ആണ്. വെൻ ഐ എം ഡൂയിങ് എ ക്രിയേറ്റീവ് പെർസ്യൂട്ട് എനിക്ക് ടൈം പോകുന്നത് അറിയത്തില്ല. ഫോർ എക്സാമ്പിൾ വെൻ ഐ എം എൻഗേജ്ഡ്, വിശപ്പില്ല, ദാഹമില്ല, ഉറക്കമില്ല, അതെല്ലാം സന്തോഷത്തോടെയാണ്. അപ്പം അതൊരു പാഷനാണോ ഇല്ലയോ എന്നുള്ളത് സ്വയം നമ്മൾ നല്ലതായിട്ട് നമുക്കൊരു ബോധ്യം വരണം. ബോധ്യം വന്നതിന് ശേഷം നമ്മൾ വിശ്വസിക്കുക നമുക്കിത് പറ്റും എന്നുള്ളത്. ഇതാണ് ഞാൻ പറയാനുള്ളത്. അത് ഉള്ളിൽ നിന്നാണ് ഇതെല്ലാം. ഉള്ളു മാറുമ്പോൾ നമ്മുടെ എത്ര പേര് സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ഇല്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ മാറ്റം ഉണ്ടെങ്കിൽ ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യമേ നമ്മൾ എഴുതി വെക്കുക നമ്മുടെ ഒബ്സ്റ്റക്കിൾസ് എന്താണ്. എനിക്ക് 10 ഇഷ്യൂ ഞാൻ കാണുന്നുണ്ട്, ഇതൊക്കെയാണ് എൻ്റെ സമയക്കുറവ്. അപ്പോൾ നമ്മളൊന്ന് മാനേജ് ചെയ്ത് നോക്കുക, എപ്പോഴാണ് എനിക്കൊരാഴ്ചയെ സമയം കണ്ടെത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീക്ക് എങ്ങനെ ഓർഗനൈസ് ചെയ്താലാണ് എനിക്കൊരു 1 hour കിട്ടുക. ഈ 1 hour 2 hour ആകും. എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമേ ഒരു കുഞ്ഞുണ്ടായപ്പം നമ്മൾ ഓർക്കും ഇതെങ്ങനെ മാനേജ് ചെയ്യുന്ന, ഇപ്പം വർക്കുണ്ട്, കുഞ്ഞുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ 2 കുഞ്ഞായപ്പോഴത്തേക്കും ആദ്യത്തെ കുഞ്ഞുണ്ടായതിനേക്കാൾ സമയം, 3 പിള്ളേരായപ്പോൾ ഇറ്റ് വിൽ ഓൾ ഹാപ്പൻ. നമ്മൾ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വഴി കണ്ടുപിടിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ റിയലൈസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഓരോ ചലഞ്ചസിലും നമുക്ക് ഓരോരോ കുഞ്ഞു സൊല്യൂഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. ജേർണി ഓഫ് 1000 miles സ്റ്റാർട്ട് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് എന്നല്ലേ. ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പിന്നെ റിയലൈസ് ചെയ്യുവാണ് വി ഹവ് ഡൺ ദിസ്, നമ്മൾ ഇത്രയും വന്നു, സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റും. പിന്നെ ഒരു വലിയൊരു മൗണ്ടൻ ആണ് ചിന്തിക്കാതെ അതിന് ചെറിയ സ്റ്റെപ്പുകളായിട്ട് കാണുക. നമ്മൾ ആ മൗണ്ടനെ കണ്ട് നമ്മൾ പേടിച്ച് മാറി നിൽക്കും. പക്ഷേ നമ്മൾ കുഞ്ഞു സ്റ്റെപ്പ് എടുത്ത് നോക്കാം, ഞാൻ പഠിച്ചു നോക്കാം, അല്ലെങ്കിൽ ഞാനൊരു സെറ്റിൽ പോയി വർക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് യൂട്യൂബ് ചാനൽ വീഡിയോസ് കാണാം, നമുക്ക് പറ്റാവുന്ന രീതിയിൽ. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പം എല്ലാവരും പറയുമല്ലോ, ജെയിംസ് ക്യാമറോൺ വരെ പറയുമല്ലോ, ഒരു മൊബൈൽ എടുത്താൽ ആർക്കും ഷൂട്ട് ചെയ്യാം. അങ്ങനെ അപ്പോൾ പാഷനേറ്റ് ആകുക, ബിലീവ് ചെയ്യുക, കുഞ്ഞു കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന സ്റ്റാൻഡേർഡിൽ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കുള്ളിൽ ആ ഡിഫറൻസ്, ഹൗ വാസ് ഐ ബിഫോർ ആൻഡ് ഹൗ ആം ഐ നൗ, ആ ചേഞ്ച് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുമ്പം യു വിൽ ഡു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇത്രയാണ് എൻ്റെ ഒരു ഹംബിൾ എക്സ്പീരിയൻസ് ചെയ്ത് ഷെയർ ചെയ്യാനുള്ളത്. വായിക്കാറുണ്ടോ? ഉണ്ട്, പക്ഷേ വലുതായിട്ട് അങ്ങനെ പറയാനില്ല. കൂടുതലും ഞാൻ സെൽഫ് ഹെൽപ്പ് ബുക്സിൻ്റെ ആളാണ്. അപ്പം കൂടുതൽ ലിറ്ററേച്ചറിനേക്കാളും കാരണം എനിക്ക് എൻ്റെ മൈൻഡിൽ ആ വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് ചേഞ്ചസ് വന്നത്. അപ്പം യുവർ ലിമിറ്റേഷൻ ഇസ് ഓൾവേസ് സെറ്റ് ബൈ യുവർ സെൽഫ്. നമ്മൾ ലിമിറ്റ്ലെസ് ആണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ അതാ പറഞ്ഞത്, അതിലോട്ട് എത്താനും ആ ഒരു ഷെൽസ് എല്ലാം ബ്രേക്ക് ചെയ്ത് നമ്മൾ വരാനും നമ്മുടെ ഇൻട്രോസ്പെക്ഷനും
നമ്മുടെ സെൽഫ് വർക്കുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ തന്നെ ചെയ്യണം. നമ്മുടെ ജേണി നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അതിനകത്ത് ഇപ്പം എനിക്ക് എൻ്റെ മമ്മി ഒരു ഹെൽപ്പും സപ്പോർട്ടും ഉണ്ട്. ഐ എം ബ്ലെസ്ഡ്. അപ്പോൾ ഈ ജേർണിയിൽ മമ്മി എന്നെ ഹെൽപ്പ് ചെയ്യുവാണ്. അപ്പോൾ പക്ഷേ ഞാൻ സ്റ്റെപ്പ് എടുത്ത് ഞാൻ ഒരു ക്വാളിറ്റിയുള്ള സാധനം മമ്മിക്ക് ആൾക്കാരെ കാണിക്കാവുന്നത് കൊണ്ടുവരണം. മമ്മി അല്ലെങ്കിൽ മമ്മി കാണിക്കത്തില്ല. സോ യു ഹാവ് ടു ഡു ഇറ്റ് ആൻഡ് തിങ്സ് വിൽ ഫോൾ ഇൻ പ്ലേസ്. മറ്റെല്ലാ കാര്യങ്ങളും വരും. നമ്മൾ വിശ്വസിച്ച് ചെയ്യുമ്പം എല്ലാം വരും. ഒരു പെൺകുട്ടി ഇങ്ങനെ ക്രിയേറ്റീവ് ജോബിലേക്ക് കയറി വരുന്നു, പ്രത്യേകിച്ച് ഡയറക്ഷൻ എഴുതി ഡയറക്റ്റ് ചെയ്താൽ കയറി വരുന്നത്, ഒരു വെല്ലുവിളി എന്തായിരിക്കും നേരിടേണ്ടി വന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇത്രയും ഒരു സപ്പോർട്ട് പിന്നിലുള്ളതുകൊണ്ട് ചിലപ്പം ഒരു വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ഒരു ചലഞ്ച് എന്തായിരുന്നു ശരിക്കും? സുമേഷ്, ഞാൻ എൻ്റെ ഒരു രീതി വെച്ച് ഇപ്പം ഞാൻ എബ്രോഡ് പോയി വേറെ രാജ്യത്തും വേറെ ഭാഷയിലും വേറെ കൾച്ചറിലും എല്ലാം ചലഞ്ചസാണ് നമുക്ക് ലൈഫിൽ. അപ്പം നമ്മൾ നഴ്സിംഗ് തുടങ്ങി, നമ്മൾ പിന്നെ മാനേജ്മെൻറ്റിൽ വന്ന്, അപ്പം ആ ചലഞ്ചസ് എനിക്ക് ഇഷ്ടമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, എല്ലാവർക്കും ചലഞ്ചസ് ഉണ്ട്. പെൺകുട്ടി ആയതുകൊണ്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെയല്ല, ചെയ്യാൻ ചലഞ്ചസ് കൂടുതലാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അതിൻ്റെ മെയിൻ കാര്യം ഞാൻ വളർന്നു വന്ന ഫാമിലി, എൻ്റെ പപ്പയും എൻ്റെ ബ്രദറും, ഈ 2 ആണുങ്ങളും ഈ മമ്മിയുമാണ്, എൻ്റെ സിസ്റ്ററും. അപ്പോൾ എപ്പോഴും എല്ലാത്തിലും എൻകറേജ് ചെയ്തിട്ടുള്ള ഒരു, ഞങ്ങളൊന്നിനും റെസ്ട്രിക്റ്റ് ചെയ്തുള്ള ഒരു അപ്ബ്രിങ്ങിങ് അല്ല എനിക്ക്. അപ്പം എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് കിട്ടിയ ഹസ്ബൻഡ് ഫാമിലി ആണെങ്കിൽ പോലും സപ്പോർട്ടീവാണ്. അപ്പം ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ നമ്മൾ സൊല്യൂഷനിലോട്ട് ചിന്തിക്കുക. ഡോണ്ട് സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ യുവർ പ്രോബ്ലംസ്. നമ്മളത് യു ഹാവ് ടു ഫിഗർ എ വേ ഔട്ട്. എനിക്ക് കോൺഫ്ലിക്റ്റ് കുറയ്ക്കുന്നതാണ് ഇഷ്ടം, ഒരുമിച്ച് വരുന്നതാണ് ഇഷ്ടം. പിന്നെ ഒരു പ്രോജക്റ്റ് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ദ ഹോൾ തിങ് ഈസ് എ ചാലഞ്ച്. നമ്മളൊരു സ്റ്റോറി മനസ്സിൽ കണ്ടിട്ട് ഇതിനു വേണ്ടി പുറപ്പെടുവല്ലേ. സോ ഇറ്റ്സ് ഓൾ എ ചാലഞ്ച്. അതൊരു കൺവിക്ഷനാണ്. അപ്പം ആ കൺവിക്ഷനിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റേജിലും ഉണ്ട് ചലഞ്ചസ്. അപ്പം യു കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ. നമുക്ക് കറക്റ്റ് ആൾക്കാരെ കൊണ്ടുവന്ന് സീക്ക് എക്സ്പെർട്ടീസ്. നമുക്ക് എവിടെ ഷുവർ ഇല്ലാത്ത കാര്യം കൂടുതൽ അറിയാവുന്ന ആൾക്കാരോട് ചോദിക്കുക, അവരുടെ ഒപ്പീനിയനിലോട്ട് നമ്മൾ വരിക. എല്ലാം ഒരു ഡയറക്ടർ എന്ന് പറയുന്ന, അല്ല റൈറ്റർ എന്ന് പറഞ്ഞ ഒരാൾ എക്സ്ക്ലൂസീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് അല്ലല്ലോ സിനിമയല്ലല്ലോ. അപ്പം അങ്ങനെ ആ മൊമെൻറ്റിൽ വരുന്ന ചലഞ്ചസ് ഫേസ് ചെയ്ത് പോവുക, അതിൻ്റെ സൊല്യൂഷൻ കാണുക എന്നേ ഉള്ളൂ ഇതിനൊരു മാർഗം. ഇത്രയും കേട്ടിട്ട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അവളെൻ്റെ മോളല്ലേ. ഒറ്റ ഡയലോഗിൽ കൊണ്ടുപോയി ഇതല്ല ഇതിനപ്പുറം ചാടിക്കാണെന്ന് പറഞ്ഞല്ലോ. അത് പറയാം. എൻ്റെ മമ്മീനെ ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് വേൾപൂൾ ആദ്യമേ ദ സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ ഐ ഹവ് എവർ സീൻ ഇൻ ദ വേൾഡ് ഇസ് മൈ മോം. മമ്മി ഇപ്പോൾ ഗോ ത്രൂ ചെയ്ത ടാലന്റ് എല്ലാവർക്കും കാണാവുന്ന ബബ്ലി ഹാപ്പി മമ്മിയാണ് പബ്ലിക്കിന് അറിയാവുന്നത്. ഞങ്ങൾക്ക് വി നോ ഹർ ആസ് എ പേഴ്സൺ, വി നോ ദ ചാലഞ്ചസ് ഷീ ആക്ച്വലി വെന്റ് ത്രൂ. മമ്മി ഒരിക്കലും അങ്ങനെ പബ്ലിക്കിലോട്ട് വന്നിട്ട് അങ്ങനെ ഒരു ഷെയർ ചെയ്യുന്ന ഒരാളൊന്നും അല്ല. അപ്പം അങ്ങനെ കണ്ടു വന്നിട്ടുള്ള ആളാണ് നമ്മളൊക്കെ. അപ്പം നമുക്കറിയാം, നമുക്ക് എക്സാമ്പിൾസ് ഉണ്ട് ലൈഫിൽ തൊട്ട് മുന്നിൽ. പിന്നെ എപ്പോഴും നമുക്കൊരു ചലഞ്ച് വരുമ്പം അത് ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ്. നമ്മളെങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ചലഞ്ചസ് ഈ എപ്പോഴും നമുക്കൊരു സ്റ്റെപ്പ് പോകണമെങ്കിൽ ചലഞ്ചസ് ക്രോസ് ചെയ്ത് തന്നെ പോകാൻ പറ്റുള്ളൂ. ദാറ്റ്സ് വെരി സ്ട്രൈറ്റ് ഫോർവേഡ്, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്യുക. നമ്മുടെ ഭാഗത്താണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്നാണ് അത് വരേണ്ടത്. അപ്പം നമുക്കതൊരു ഏതെങ്കിലും ഒരു ഏരിയയിൽ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മളത് ഹെൽപ്പ് ചെയ്യുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, മുന്നോട്ട് പോവുക. ലൈക്ക് നോസ് കേൾക്കാതെ പറ്റത്തില്ല. ഒരു പുതുമുഖ സംവിധായികയെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ഞാൻ വളരെ ഗാഢമായ അറിവുള്ള ഒരു ടെക്നീഷ്യനോടാണ് സംസാരിച്ചിട്ടുള്ള സത്യം ഞാൻ റിയലൈസ് ചെയ്യാണ്. അല്ല അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇതിനകത്ത് ഇറങ്ങുമ്പോഴേ ലൈക്ക് ഇറ്റ്സ് വെൻ യു കമ്മിറ്റ് എ പ്രോജക്റ്റ്, യു ഹാവ് എ പ്രൊഡ്യൂസർ ഹൂ ഇസ് ഇൻവെസ്റ്റിംഗ്. ഈ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത് കോടികളോ ലക്ഷങ്ങളോ മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഉള്ളത്. അപ്പം ദാറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. അതൊരു കുട്ടിക്കളിയല്ലല്ലോ, ഇറ്റ്സ് എ ബിസിനസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യാനും ലീഡ് ചെയ്യാനും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് പറ്റുള്ളൂ. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. ഈ വേൾപൂളിൽ എത്ര ജോലി കിട്ടുന്നുണ്ടാവും? എത്ര ജോലിയോ? നമ്മളിതൊരു ഹംബ്ലിങ് പ്രോജക്റ്റും സ്വന്തമായിട്ട് പ്രൊഡ്യൂസൊക്കെ ചെയ്യുന്ന ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയൊക്കെ ആകുമ്പോൾ നമ്മൾ മാക്സിമം ബഡ്ജറ്റ് കുറയ്ക്കാൻ നോക്കുമല്ലോ. ഐ തിങ്ക് എനിക്ക് പക്ഷേ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഈ 2 ഫിലിമിൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് പ്രൊഡക്ഷൻ സൈഡിൽ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് എക്സ്പീരിയൻസിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, ഈ ചെറിയ ഒരു രീതിയിലാണെങ്കിലും. അപ്പം ഓബ്വിയസ്ലി റൈറ്റർ, ഡയറക്ടർ, പ്രൊഡക്ഷൻ ഡിസൈനിങ് പാർട്ട്ലി, പ്രൊഡക്ഷൻ ഡിസൈനർ, വാർഡ്രോബ് ഡിസൈൻ, അല്ലാതെ എല്ലാ ഭാഗത്തും ജോലിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഏടി എടുക്കേണ്ട ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല. ഈ പുറത്തൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി വർക്ക് എത്തിക്സ് കിട്ടും. എല്ലാം നമ്മൾ തന്നെ ചെയ്ത്. സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ ടു ഡു എനിത്തിങ്. അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ സ്പേസിൽ വരുമ്പം വേറൊരു സ്പേസിൽ പോയി നമ്മളങ്ങനെ അവരുടെ സ്പേസ് റെസ്പെക്ട് ചെയ്തല്ലേ ഇരിക്കുകയുള്ളൂ. നമ്മുടെ സ്പേസ് ആണെങ്കിൽ യു ഓൺ ഇറ്റ്. നമ്മൾ ഓൺ ചെയ്ത് വേണ്ട കാര്യങ്ങൾ നമുക്ക് എല്ലായിടത്തും കണ്ണു വേണമല്ലോ. സോ യു ഹാവ് ടു മേക്ക് ഷുവർ എവ്രിബഡി ഈസ് ഓൺലൈൻ. നമുക്ക് വേണ്ടടുത്ത് എല്ലാവരും വരണമല്ലോ. സോ
അങ്ങനെ ഒരുപാട് റോള്. ഞാൻ ഇവരോട് പറയേ ഇൻ്റർനാഷണൽ അല്ല സോറി ഫിലിം എടുക്കുമ്പോഴേ പിന്നെ ഇംഗ്ലീഷ് ആണല്ലോ കംപ്ലീറ്റ്. അപ്പം അതിനകത്ത് നമ്മുടെ മലയാളത്തിൻ്റെ മമ്മൂക്ക, നമ്മുടെ ലാലേട്ടൻ അവരുടെ ഇംഗ്ലീഷുകാരോട് ഒരു ക്യാരക്ടർ ചെയ്യാനേ അത് എനിക്ക് വേഷം തരണം എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് കുറെ ഇംഗ്ലീഷ് പടത്തിൽ നമ്മൾ മമ്മൂക്കായ്ക്ക് പറ്റിയ ഒരു നല്ലൊരു സാധനം, അല്ല ലാലേട്ടന് പറ്റിയ ഒരു സാധനം, അല്ല സുരേഷ് ചേട്ടന് പറ്റിയ സാധനം, അല്ലെങ്കിൽ പൃഥ്വിരാജിന് പറ്റിയ സാധനം, അങ്ങനെ സാധനങ്ങളൊക്കെ അതിനകത്തൊക്കെ വരുമ്പോൾ കാണിക്കുക. ഇംഗ്ലീഷുകാരുടെ പടത്തിൻ്റെ കൂടെ അതോളോ നമ്മുടെ മമ്മൂക്ക എന്ന് പറയുമ്പോൾ അത് വേൾഡ് ആണല്ലോ റിലീസും വേൾഡ് വൈഡ് റിലീസാണല്ലോ വരുന്നത്. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ആഗ്രഹത്തോട് ഞാൻ പറയടി, നീ എന്തെങ്കിലും നീയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ മമ്മൂക്കയുടെ കാര്യം ഇവരുടെ കാര്യമൊക്കെ ഞാൻ പറയും. അങ്ങനെ സംഭവിക്കട്ടെ. ദൈവം അനുഗ്രഹിച്ചതൊക്കെ. ഫസ്റ്റ് ഷോട്ട് ഏതായിരിക്കും എടുത്തത്? ഫസ്റ്റ് ഷോട്ട് എടുത്തത് പോലീസ് സീനിൽ ഈ ക്യാരക്ടർ വെയിറ്റ് ചെയ്യുന്ന സീനാണ് എടുത്തത്. ആദ്യമായിട്ട് എത്ര പഠിച്ചാലും ഓക്കെ ഫസ്റ്റ് എടുക്കാണ്, ഫസ്റ്റ് ആക്ഷൻ പറയുന്നു, എടുക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ചെറിയ ടെൻഷൻസ് ഉണ്ടായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇറ്റ് വാസ് വെരി ഗുഡ് ടെൻഷൻ. അത്ര എക്സൈറ്റഡ് ആയിട്ടൊരു ടെൻഷനാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ജോയ് പറഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല. ലൈക്ക് ഓബിയസ്ലി യു ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോൺ ഹാപ്പൻ ഇല്ലേ. നമ്മളൊരു കൺവിക്ഷനിൽ പോവാണ്. ദർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ദേ ബിലീവിങ് ഇൻ യു. പിന്നെ എവ്രിബഡി ഈസ് വെയിറ്റിംഗ് ഫോർ യുവർ ക്യൂ ഇൻ ടേംസ് ഓഫ് വാട്ട് ടു ബി ഡൺ. ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സർവേശ്വരനെ വിളിച്ചിട്ട് പിന്നെ ആ സമയത്ത് നമുക്ക് ഓരോന്ന് സംഭവിച്ച് തരുന്ന ഒരു കാര്യങ്ങളുണ്ടായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ല, ഈ യൂണിവേഴ്സ് കൺസ്പയർ ചെയ്യുന്നതിലൊക്കെ ഒത്തിരി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സോ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ് ഫോർ യു വെൻ യു റിയലി ട്രൈ തിങ്സ് വിത്ത് ഗുഡ് ഇൻറ്റൻഷൻസ്. അപ്പോൾ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്ലോ ആയിട്ട് പല കാര്യങ്ങളും വന്നു. ചലഞ്ച് വന്നെടുത്ത് നമ്മൾ അവിടെ നമുക്ക് അടുത്ത് നോക്കി അങ്ങനെ. ആൻഡ് എവ്രിബഡി വാസ് വെരി സപ്പോർട്ടീവ്. നടന്നതെല്ലാം നല്ലത്. എനിക്കെല്ലാം നല്ലത്. അല്ല, അന്ന് നമ്മൾ ഇത് എടുക്കുമ്പോഴേ, ഈ ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പം നമ്മൾ വിചാരിക്കുന്നില്ല ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇവിടെ സംസാരിക്കുമെന്ന്. ഇറ്റ് ഈസ് നമുക്ക് ഇഷ്ടം കൊണ്ടൊരു കാര്യം ചെയ്തു, അത്രേ ഉള്ളായിരുന്നു. എൻ്റെ മമ്മിയും പപ്പയും കാണിക്കണം, ഹാപ്പി ആയിട്ട് പോകണം, അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു. ബട്ട് വാട്ട് മാജിക് ഇറ്റ് ഡിഡ്. മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടോ അങ്ങനെയൊക്കെ? ഇഷ്ടം പോലെ, ഒരുപാട്. ഈ മൊമെന്റ്സ് ഒക്കെ ശരിക്കും ചെയ്തിട്ടുള്ളതാണ് ഓബിയസ്ലി. കാരണം ഈ ഫിലിമിൻ്റെ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത്രയും ആൾക്കാർ കാണുന്നോ. ഇനി ഞാനിങ്ങനെ ആലോചിക്കുമ്പം ലൈക്ക് വാട്ട് ഡു യു ഡു ആസ് എ ഡയറക്ടർ ഓർ എ റൈറ്റർ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ ഒത്തിരി വലിയ ആൾക്കാരെ കണ്ടിട്ടുമൊക്കെ, യു ആർ ഇൻ സർവീസ് ഓഫ് യുവർ ഓഡിയൻസ്. നമ്മുടെ ഓഡിയൻസിനെ സർവീസ് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ. ഇപ്പം എൻ്റെ ഫിലിം എത്രയോ ആൾക്കാർ കാണണം ഇല്ലേ, അതാണ് എൻ്റെ ഇഷ്ടം. അപ്പം ഇപ്പം ഇങ്ങനെ ഇൻ്റർവ്യൂസ് കൊടുക്കുമ്പോഴും ഇപ്പം ഞാനൊരു ബിഗിനറാണ്, ഐ ഡോണ്ട് ഹാവ് മൈ ഓൺ ഐഡൻറ്റിറ്റി ആസ് എ ഫിലിം മേക്കർ യെറ്റ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം എനിക്കിതൊരു ഓപ്പർച്യൂണിറ്റി ദൈവം തരുവാണ്. ഐ ഹാവ് ദീസ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത എത്രയോ പേരുണ്ട്. അപ്പം ഉള്ളപ്പം ഐ എം യൂസിങ് ഇറ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ഗെറ്റ്സ് എ ബെസ്റ്റ് ഔട്ട്കം ഫോർ ദ ഫിലിം. അപ്പോൾ ആ ഫിലിം ഇപ്പം നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ പ്ലീസ് ഷെയർ ദ ലിങ്ക് അറ്റ് ദ ബോട്ടം. അപ്പോൾ അങ്ങനെ ആൾക്കാരെല്ലാം കണ്ടിട്ട് അഭിപ്രായം അവർ പറയട്ടെ. അവരെത്ര പേര് കാണുന്നോ അത്രയും നമുക്ക് സന്തോഷമല്ലേ. അപ്പം തീർച്ചയായിട്ടും നടക്കട്ടെ. ഏറെക്കുറെ നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമാവുന്നു. ഏറ്റവും കൂടുതൽ റീടേക്ക് പോയ ഷോട്ട് ഏതായിരിക്കും? കുട്ടികൾ സൈഡിൽ നിന്ന് ഓടി വന്നിട്ട് നമുക്കൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ ക്യാമറ പാൻ ചെയ്ത് വന്നിട്ട് ഫ്രണ്ട് ആയിട്ട് പോകുന്ന ഒരു ടെക്നിക്കൽ ഷോട്ടായിരുന്നു അത്. അത് റിവീൽ ആകുമോ അതിനകത്ത്. റിവീൽ ആയിട്ട് ഇത് ഡോളി സൂം ഇൻ ആകുന്ന ഒരു സാധനമായിരുന്നു. അതായിരുന്നു ഏറ്റവും കൂടുതൽ റീടേക്ക് പോയത്. ഈ ദീപ്തി സ്വയം നമ്മളൊന്ന് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു ഡയറക്ടറാണ്? ചില ഡയറക്ടേഴ്സ് വളരെ സൗമ്യമായിട്ട് പോയി പറഞ്ഞു കൊടുക്കും. ചില ഡയറക്ടേഴ്സ് നമുക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾ ചെയ്യൂ, ഇതാണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടങ്ങ് വിടും. ചിലവർ കുറച്ച് ദേഷ്യപ്പെട്ട് റീടേക്ക് വരുമ്പോൾ എന്ത് തരത്തിലാണ്, എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി ലൈക്ക് ഞാൻ എങ്ങനെ ആക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണോ? നമ്മളൊരു ഷോട്ട് നമ്മൾ കൺസീവ് ചെയ്ത് നമ്മൾ ആ ഷോട്ട് അത് കമ്പോസ് ചെയ്യുന്നു, അത് ആക്ടറുടെ അടുത്ത് നമ്മൾ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പം അത് പലതും പല രീതിയിൽ ചെയ്യും. ഇപ്പം ജസ്റ്റ് ഇതാണ് സാധനം വായിച്ചു നോക്കുക, നിങ്ങളുടേതായ രീതിയിൽ ചെയ്ത് നമുക്ക് വേണ്ട ഇതാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. മൂഡ് സെറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. ഇതിൽ ഏത് തരമായിരിക്കും? ഇപ്പം ഞാൻ ഈ ഒരു ചുരുങ്ങിയ 2 ഷോർട്ട് ഫിലിം എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി ഒരു കാം ആളാണ്. എന്നെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞ റിവ്യൂ അതാണ്, കാം ആൻഡ് കമ്പോസ്ഡ് എന്നാണ് പറയുന്നത്. എന്തുണ്ടായാലും നമ്മൾ ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പം ഞാൻ കൂടുതൽ ദേഷ്യപ്പെടുമ്പം നമ്മൾ അപ്സെറ്റ് ആകുമ്പോൾ നമ്മൾ ആ എനർജി ട്രാൻസ്ഫർ ചെയ്യുക ചുറ്റുമുള്ളവരിലോട്ട്. സോ അതായിരിക്കുമോ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് പേഴ്സണലി, ചിലർക്കത് വർക്കാണ്, എനിക്കത് പേഴ്സണലി വർക്കല്ല. ഞാൻ പിന്നെ ഐ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് മൈ പീപ്പിൾ.
ചുറ്റുമുള്ളവരെ, കാരണം എന്നാലും അവർ നമുക്ക് അവരുടെ ബെസ്റ്റ് തരത്തുള്ളല്ലോ. സോ ദേഷ്യം വന്നാലും കടിച്ചു പിടിച്ചിരിക്കും. എനിക്ക് അങ്ങനെ അത്രയും ഇല്ല. പണ്ടുണ്ടായിരുന്നു സുമേഷ്, വലിയ ദേഷ്യം വരത്തില്ല. ഇല്ല. അവള് വളരെ ടാലന്റ് ആയിട്ട് വളരെ മിതമായിട്ട് സംസാരിക്കുന്ന. പണ്ടുണ്ടായിരുന്നു ദേഷ്യമൊക്കെ, അതൊക്കെ നമ്മൾ ഈ കൺട്രോൾ ചെയ്ത് മാറ്റിയെടുത്തതാ. കാരണം ഇറ്റ് വാസ് നോട്ട് ഗിവിങ് മീ എനി ഗുഡ് തിങ്സ്. നമ്മൾ ചുറ്റുമുള്ളവരെ ഇറ്റ് ഡസൻ ഗിവ് എനി ഗുഡ് ഔട്ട്കംസ് റിയലി. അതാണ് എനിക്ക് മനസ്സിലായ കാര്യം. അത് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് ദേഷ്യം വന്നാലും ഇറച്ചൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ നമ്മളങ്ങ് പക്ഷേ ഫിലിം സെറ്റിൽ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. നമുക്ക് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്, അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഫേം ആവേണ്ട ടോണിൽ ഫേം ആയിട്ട് പറയുക. പക്ഷേ ലൗഡ് ആൻഡ് ആംഗ്രി ആണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് നീഡഡ്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. പിന്നെ നമുക്കൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ടല്ലോ, ആൻഡ് നമ്മുടെ ഇൻറ്റഗ്രിറ്റി നമ്മൾ ബ്രേക്ക് ചെയ്യാതിരിക്കുക. നമ്മൾ നല്ലതിന് മാത്രം നല്ലത് പറയുക. എന്ത് ചെയ്താലും നല്ലതെന്ന് പറയുമ്പം ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ഇല്ലേ. അപ്പോൾ അവർക്ക് സിൻസിയർ ആയിട്ടുള്ളവർക്ക് അപ്രീസിയേഷൻ കൊടുക്കുക. പിന്നെ എൻ്റെ ആക്ടേഴ്സിൽ ഇപ്പോൾ ഇതിനകത്ത് റോസും എപ്പിന് 2 പ്രോസസ്സായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ റോസ് എന്ന് പറഞ്ഞാൽ ഷീസ് എ ഡയറക്ടേഴ്സ് ആക്ടർ. നമ്മൾ പറഞ്ഞു കൊടുത്ത് കാണിച്ചു കൊടുത്ത് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. എപ്പിനെ സംബന്ധിച്ച് ഒന്നും വേണ്ട. സോ ഇറ്റ്സ് റിയലി അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് യുവർ ആക്ടേഴ്സ്. ജോഡ ക്യാരക്ടർ ചെയ്ത ആളാണ് എപ്പൻ എന്നാണ് പേര്, ഞങ്ങൾ എപ്പൻ എന്നാണ് വിളിക്കുന്നത്. സോ പുള്ളിക്കാരി അത് ഉള്ളിൽ എന്നാ പറയുന്നത്, അത് എംബോഡി ചെയ്തിങ്ങ് വന്നു. സോ ഓൾവേസ് ഐ ഗിവ് ഇറ്റ് എ ഗോ ടു സീ വാട്ട് ആർ ദേ ഗോണ ബ്രിങ് ടു ദ ഷോട്ട്. അപ്പം അവരെ പെർഫെക്റ്റ് ഇവിടുത്തെ ഭാഷ പറഞ്ഞ മീറ്ററിൽ ഡെലിവറി ചെയ്യുമ്പോൾ യു ഡോണ്ട് നീഡ് മച്ച്, ഷി ഡിഡ്ന്റ് നീഡ് മച്ച് ഡിറക്ഷൻ. അതാ ഞാൻ പറഞ്ഞത്, എവ്രിബഡീസ് പ്രോസസ് ഡിഫറെൻ്റ് ആണ്. ഒരാൾക്ക് ബെസ്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു ആംബിയൻസ് ആൻഡ് അറ്റ്മോസ്ഫിയർ കുഡ് യു ക്രിയേറ്റ് ആസ് എ ഡയറക്ടർ ആൻഡ് എ ഗ്രൂപ്പ്. അതാണ് ഞാൻ കാണുന്ന ഈ ഒരു, അത് വർക്കായി എനിക്ക് ഈ 2 ഇതിൽ. ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതല്ലേ, മോളല്ലേ സംസാരിക്കേണ്ടത്. ദീപ്തിയുടെ അഭിമാനത്തോട് അതെ കേൾക്കുമല്ലേ. അതെ തീർച്ചയായിട്ടും. ഇതിലും മനോഹരമായിട്ട് പോട്ടെ. ഒരുപാട് മലയാള സിനിമകളും ഇപ്പം ഹോളിവുഡ് സിനിമകളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. തൊടുന്നെല്ലാം പൊന്നാവട്ടെ. താങ്ക് യു സോ മച്ച്. സുമേഷിന് നാവ് പൊന്നാവട്ടെ. അതിപ്പോൾ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, വീട്ടിലേക്കുള്ള TV, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഓക്സിജൻ ഇസ് ദ ബെസ്റ്റ്. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്.